അങ്ങനെ ഉത്സവമൊക്കെ കൂടി അച്ചമ്മച്ചി തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നു മുതൽ അച്ചമ്മച്ചിയുടെ പരീക്ഷണങ്ങൾ തുടരും. അയ്യോ പോന്ന് പറ്റിയാൽ മതി എന്നുള്ളായിരുന്നു. ചൂട് എന്തൊരു ചൂടാണോ. എനിക്ക് വരുവന്താനം കഴിഞ്ഞപ്പോഴത് സമാധാനമായത്. വണ്ടിയാലൊക്കെ ഇരുന്നിട്ട് പൊള്ളുന്ന ചൂടായിരുന്നു മുണ്ടക്കത്തൊക്കെ വന്നപ്പോ. ഇപ്പൊ അതാ ഒരു പ്രശ്നം, നമുക്ക് അവിടെ ചെന്നാൽ നിക്കാൻ പറ്റില്ല. അയ്യോ നാട്ടിലോട്ട് പോയാൽ നിക്കാൻ പറ്റത്തില്ല ഇപ്പൊ. ഇന്നലെയൊക്കെ വൈകിട്ടൊക്കെ ഒന്ന് കിടന്നാലൊന്നും ഉറക്കം വരികയില്ല. ഫാനിട്ടാലും ഫാനിനും ചൂട്. ഇവിടെ ആണെങ്കിൽ തണുപ്പ്. അവിടെ ഞാൻ വെളിയിൽ ഇറങ്ങിയ കാട്ടിലേല് വരാന്തേ കിടന്നു, എന്നിട്ടും കിടക്കത്തില്ല, അതുപോലെ ചൂടാ. പോപ്പി വൈകിട്ട് എന്താണ് സ്പെഷ്യൽ? എപ്പോഴാ? അത് കുഴപ്പമില്ല, എന്തെങ്കിലും ഉണ്ടാക്കി. അച്ചമ്മച്ചി വന്നപ്പോഴത്തേന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ആര് വെച്ച് മീനച്ചാറ്? നീ എന്നാ ഉണ്ടാക്കുന്ന വൈകിട്ട്? നമുക്കൊരു കാര്യം ചെയ്യാം, കപ്പ ബിരിയാണിയാണോ? കുറച്ച് കപ്പ ഇരിപ്പുണ്ട്, പച്ചക്കപ്പ കഴിഞ്ഞ ദിവസം അച്ഛൻ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്ന കൂട്ട് കപ്പയുണ്ട്. ഇന്നലത്തെ കുറച്ച് ബീഫ് കറി ഇരിപ്പുണ്ട്. അപ്പൊ അത് രണ്ടും കൂടി ചേർത്ത് നമുക്കൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ? ക്രിയേറ്റിവിറ്റി. നീ കപ്പ വിളിക്ക്. അച്ചമ്മച്ചിയേ ഇവിടുന്ന് പോയിട്ടേ ഇതുവരെ മീനോ ഇറച്ചിയോ ഒന്നും തൊട്ടില്ല. അമ്പലത്തിൽ ഉത്സവമല്ലായിരുന്നു, അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവിടെ മീനും ഇറച്ചി ഒന്നും മേടിച്ചില്ല. ചാച്ചനാണെങ്കിൽ ഇച്ചിരി മീനിന്റെ എണ്ണയിലും ഇല്ലാണ്ട് കഞ്ഞി കൂടി ഇല്ലായിരുന്നു. ഇന്നലെ രാവിലെ കപ്പ കൊടുത്തപ്പോ എനിക്ക് കപ്പ വേണ്ടെന്ന്. നമുക്ക് നോയമ്പ് വീടിയേക്കാം. ഇന്ന് അവിടെ നോയമ്പ് വീടി കണ്ടോ കുഞ്ഞി, ഒരു പച്ചമുളക് കപ്പലണ്ടി പോലെ തന്നെ. അച്ഛ പോയി മുടി വെട്ടി, നീ എന്നെ മുടി വെട്ടാൻ പോവാഞ്ഞേ? അച്ഛ പറയാതെ പോയെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്കടുത്ത ആഴ്ച പളനിക്ക് പോവാം. ഞാൻ 2 മുട്ട ഞാൻ നേർന്നിട്ടുണ്ട്. എന്നാ ഒന്നതേ ഉമാരുടെ രണ്ടുപേരും തല പളനി കൊണ്ട് മുട്ട അടിക്കാൻ ഇഷ്ടം പോലെ മുടി ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം പളനി കൊണ്ട് എന്റെ മുടി മുറിച്ചല്ലേ ആ മുടി പിന്നെ നീണ്ടത്. ഇവര് രണ്ടുപേരുടെ മുടി കൊണ്ട് വെട്ടുന്നുണ്ടോ? ഇനി ഇപ്പൊ ഉള്ള മുടിയൊക്കെ മതി, ഇനി വെട്ടിയിട്ട് എന്തിനാ വളരുന്നത്? എന്നാലും ഇത് വളർത്താൻ പറ്റത്തില്ലല്ലോ. അത് വെട്ടുന്നതിന് ശക്തി കൂടും, അതുകൊണ്ടാണ്. ഉണ്ടോ തിളയ്ക്കുമ്പോഴേ വേകുന്നത് നമ്മുടെ കപ്പ പെട്ടെന്ന് വെന്തേ. കുക്കറിനകത്ത് ഞാൻ വിസിൽ വരാനൊന്നും വെച്ചില്ല, വെച്ച് തിളച്ചതേ ഉള്ളൂ, അപ്പം തന്നെ വെന്തു. ഇനി ഇതൊന്നിനെ ഊറ്റിയെടുക്കാം. നമ്മുടെ കപ്പയുടെ അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. കപ്പയ്ക്ക് സാധാരണ അരയ്ക്കുന്ന തേങ്ങായും ഉള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില. ഞാനേ ബീഫ് ഇരുന്നും കൂടി ഇതിനകത്തൊട്ടിട്ട് ഇളക്കി ആവി കയറ്റി എടുത്തായിരുന്നേ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. സവോളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമുക്കല്ലാതെ സൈഡായിട്ട് കൂട്ടാം. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. സിമ്പിൾ കപ്പ ബിരിയാണി ഇറക്കി വെച്ചിട്ടേ കുഴച്ചെടുക്കാവേ. സിമ്പിൾ കപ്പ ബിരിയാണി എളുപ്പം തട്ടിക്കൂട്ടിയതാണ്, കഴിച്ചു നോക്കാം. നമുക്ക് ആർക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും? ഞങ്ങൾക്ക് എളുപ്പം തട്ടിക്കൂട്ടിയതാണെങ്കിലും മതി, നല്ല രുചിയായിരിക്കണം. കഴിച്ചു നോക്കിക്കേ. അച്ചമ്മച്ചി നോയമ്പ് വിടുവാ. ഇല്ലായിരുന്നു. ഇന്ന് കോഴി മേടിച്ചു രാവിലെ. അത് രസമാ. കപ്പ വേവിച്ചിട്ട് ചാച്ചന് കപ്പ കൊണ്ട് കൊടുത്തിരുന്നത്. എനിക്ക് കപ്പ വേണ്ടെന്ന്, എനിക്ക് ഇച്ചിരി മീൻ്റെ ഒന്നും ഇല്ലാതെ എനിക്ക് വേണമെന്ന്. 2 ദിവസം കപ്പ തിന്നില്ല, ഇന്നലെ മേടിക്കാന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു ദിവസം കൂടെ ക്ഷമിക്കും, നാളെ. അത് മേടിച്ചിട്ട് നേരെ കൂട്ടും. ചിക്കൻ്റെ ഒരു കഷ്ണമാണ് കൂട്ടിയത് മേടിച്ചു കൊടുത്തിട്ട്. ചാറ് ശകലം കൂട്ടുള്ളൂ, കഷ്ണമൊന്നും വേണ്ട. തന്നോട് പറയും ഒരു മീനിന്റെ ശകലം എങ്കിലും ഉണ്ടെങ്കിലേ കഷ്ണമൊന്നും കൂട്ടുകല. കുറച്ച് ചോറും കൂടെ കഴിച്ചു. ചോറുണ്ട്, ചോറും മോരും കപ്പയും നല്ല സൂപ്പർ കപ്പയായിരുന്നു. നല്ല കപ്പയായിരുന്നത്. പക്ഷെ ഞാൻ പറിച്ച് കുറച്ച് ദിവസം വെച്ചതിന്റെ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ നല്ല കപ്പ പെട്ടെന്ന് വേവും. മൂടോട് കൊണ്ടുവന്നത് കപ്പ, മറന്നുപോയോ? ഇവിടുത്തെ കപ്പ ബിരിയാണി ഫാൻ ഞാനാണ്. ഇല്ല, നമ്മൾ ചോദിച്ചു വാങ്ങിക്കൂലോ. ഓർക്കുന്ന സാധനം അന്നേരം കിട്ടാനാ നിന്നെ ഞാൻ വളർത്തിയത്.
കൊണ്ടുപോകാൻ മകനെ ഇവിടെ എന്ന് പറയുമ്പോൾ കൊണ്ടുവരണം. പിന്നെ തന്നെ നമുക്ക് കരുതാം. മക്കളൊക്കെ കണ്ടു പഠിച്ചോണം കേട്ടല്ലോ. അത് തന്നെയല്ല, നമുക്കൊരു സാധനം കഴിക്കണമെന്ന് തോന്നിയാൽ ഇന്നലെ കഴിച്ചോളൂ. അത് തോന്നുമ്പം മേടിച്ച് കഴിച്ചോണം. നാളെ തന്നെ വെക്കരുതൊന്നും. അത്യാവശ്യമുള്ളതൊക്കെ സാധനം നമുക്ക് ആഗ്രഹമുള്ളതൊക്കെ മേടിച്ച് കഴിക്കും. നാളെ നമ്മളിരിക്കുന്നതിന് ഉറപ്പല്ലോ, ഒന്നുമില്ല. അവനവന് വേണ്ടുന്ന സാധനങ്ങൾ അവനവൻ കഴിച്ചോണം. കൊണ്ട് സ്ഥിരം 36 മുട്ടയാണ് പറയുന്നത്. അതവൻ ജിമ്മി പോകുന്നുണ്ടല്ലേ. മുട്ട കഴിച്ചാലും അവന് വണ്ണമൊന്നുമില്ല. മന്തി കഴിക്കാൻ പോയ എരിവുണ്ടോ? അത് തന്നെയാണെന്നറിയാം, തോന്നുമ്പം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് ഞാൻ പറഞ്ഞ എന്നാന്നറിയാം അവിടെ, എനിക്ക് വയസ്സായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞ തോന്നുമ്പോൾ നമ്മളൊക്കെ ഒരേ വയസ്സാ. ഇതിപ്പോ 6 60 6 60 20 14 എന്ന് പറഞ്ഞാൽ അവന് വയസ്സ് 14 അപ്പൊ അതും കൂടെ കൂടെ കൂട്ടി. നല്ല സാധനമായിരുന്നു, അടിപൊളി. ഇത് കഴിഞ്ഞിട്ട് നമ്മള് നടപ്പ് മത്സരം വെക്കുന്നുണ്ട്. അതെ, കമ്പം മട്ട് വരാം നമ്മള്. നടക്കൂല്ലോ. അച്ഛക്കൊന്നും നേരമില്ല. മത്സരമാകുമ്പോ ഒരുമിച്ചല്ല നടക്കുന്നത്. പേടിയില്ലല്ലോ, എന്തിന് ഉറപ്പാണല്ലോ. ഓടാൻ പറ്റത്തില്ല, ഇല്ല, നടന്നു തന്നെ വേണം. ഞാൻ കൊടുത്തോട്ടെ, വരണം പൊക്കോന്നില്ല. ഞാൻ കൊടുത്തിട്ട് ചെന്നിട്ട് ഞാൻ 6 മണി ആകുമ്പോഴത്തെ എഴുന്നേറ്റ് ഗ്രൗണ്ടിൽ കൂടെ ഒരു 10 റൗണ്ട് പോകും. നടക്കാൻ ഇഷ്ടം പോലെ വണ്ടി പോലൊന്നും പേടിക്കണ്ട. ഗ്രൗണ്ടിലോട്ട് കയറിയ പിന്നെ പട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ പേടി. പട്ടി ഇപ്പോഴും ആരാണ്ട് കൊന്നൊക്കെ പറയുന്നത്. വെളുപ്പിനേക്ക് എന്നാലും ഉണ്ട്. നമുക്ക് ഇപ്പൊ പോവാം. അവിടെ 5 മണിക്ക് തൊട്ട് നടപ്പുകാരാ, അതുകൊണ്ട് പിന്നെ ഞാൻ 6 പോകുള്ളൂ. ഞങ്ങൾ നേരത്തെ നടക്കാൻ പോയത് ഞാന് പ്രസാദ് കുഞ്ഞേട്ടൻ ഞങ്ങൾ ആദ്യം 3 കാളകെട്ടിക്ക് പോയിരുന്നു. അവിടെ വരെ പോകും, ആനക്കല്ല കാളകെട്ടി വരെ പോകും. പിന്നെ തിരിച്ച് അങ്ങോട്ട് പോകും. ഓരോ ദിവസം ആൾക്കാർ കുറഞ്ഞു. അങ്ങനെയാണല്ലോ, നമുക്ക് 10 ദിവസം 10 ദിവസം വെച്ച് അങ്ങനെ പോവാം. 10 ദിവസം നമ്മൾ അടുപ്പിക്ക് നടക്കാൻ പോകും. അങ്ങനെ പോവാം. ചില ഒരാള് മിനിങ്ങാന്നങ്ങാണ്ട് അലാറം വെച്ചിട്ട് കിടക്കുന്നുണ്ടായിരുന്നല്ലോ. അടിക്കുന്നുണ്ട്. ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്റെ തുടങ്ങും. അലാറം അടിച്ചോണ്ടിരിക്കും. അതങ്ങനെയാ, എന്നും 5 മണിക്ക് എഴുന്നേക്കാനായിട്ട് ഒരാൾ അലാറം വെക്കുന്നത്. അതടിക്കുമ്പോ അതിനൊരു ഞെക്കും കൊടുത്താൽ കിടക്കാം. എന്നാലും നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയുമായി